ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കിരീടം എന്നൊരു മൂവി കാണാത്ത മലയാളി ഉണ്ടോ? എൻ്റെ അറിവിലില്ല. ഞാൻ കണ്ടതിൽ കണക്കില്ല. ഈ പടം ഇറങ്ങിയിട്ട് ഏകദേശം 35 വർഷമായി. ഏകദേശം ഒരു 35+ ഈ പടം ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കട്ട മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് മാത്രമല്ല, ആ പടം നമുക്കറിയാം. ആ പടം കാണാത്ത മലയാളി ഉണ്ടാവില്ല. ആ പടം കണ്ടിട്ട് കുറച്ച് ഇമോഷണൽ ആവാത്ത മലയാളി ഉണ്ടാവില്ല. മലയാളിയല്ല, സൗത്ത് ഇന്ത്യക്കാരുണ്ടാവില്ലെന്ന് പറയാം. അത്രയും രസമായിട്ട് എടുത്തൊരു പടമാണ്. ലോഹിദാസ് സിബി മലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന പടം 1989 ഇറങ്ങണമെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം ആ പടം ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ ഒരു 28-29 ഏജ്, അത്രേ ഉള്ളൂ. അപ്പോൾ കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ടെലിവിഷനിലൊക്കെ വരുമ്പോൾ പടരുന്ന് കാണുന്നതാണ്. അതിലെ പാട്ടുകൾ ഇപ്പോഴും എൻ്റെ മോൻ വരെ പാടി കിടക്കുന്നതാണ്. ആ പാട്ട് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട്, നമ്മുടെ ജോൺസൺ മാഷ് കൈതപ്പുറം ടീമിൽ പിറന്ന ഹിറ്റ് സോങ്ങുകൾ, എല്ലാ പാട്ടും ഹിറ്റാണ്. പിന്നെ അഭിനയിച്ച ഓരോരുത്തർ പലരൊന്നും ജീവിച്ചിരിക്കുന്നില്ല. ഗംഭീര പെർഫോമൻസുകളാണ്. അതിൽ ഓരോ കാസ്റ്റിങ് നമുക്ക് എടുത്തെടുത്ത് പറയാനുണ്ട്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഓരോ കാസ്റ്റിങ് എടുത്തെടുത്ത് പറയാറുണ്ട്. ഇപ്പോൾ ഒരു അച്ഛൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു മകൻ, ആ സ്വപ്നങ്ങളെല്ലാം ഒരു തിരയിൽ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തിയേറ്ററിൽ കണ്ടു. ഈ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിനായകൻ്റെ മുമ്പിൽ നമ്മുടെ നായകൻ ജയിക്കുന്നുണ്ടെങ്കിൽ കൂടി ആളുടെ സ്വപ്നങ്ങളൊക്കെ തെരുവിൽ അവസാനിക്കുകയാണ്. കുറേ ഡയലോഗ്സും കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ട് അച്ഛൻ്റെ ജോലി സംബന്ധമായിട്ട് പ്രശ്നം, ഇത് വേറെ സ്ഥലത്തേക്ക് സ്ഥലമാറ്റം കിട്ടുന്നു, അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തുള്ളൊരു മൂവി. മലയാളി അത് ഏറ്റെടുത്ത മൂവിയാണ്. ഇത്രയും നല്ല രീതിയിൽ സിബി മലയിലിൻ്റെ ഒരു വേറെ പടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, മലയാളത്തിലെ പടങ്ങൾ ഫിലിംസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ടോപ്പ് 10 ഉൾപ്പെടുത്താവുന്ന ഒരു മൂവിയും കൂടി ഇതാണ് കിരീടം. ഇതിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം, ഇതിൽ അഭിനയിച്ച നടന്മാർ ലാലേട്ടൻ, മോഹൻലാൽ, സേതുമാധവൻ, കൊച്ചിൻ ഹനീഫ, ഹൈദ്രോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഹൈദ്രോസിൻ്റെ ക്യാരക്ടർ ഇപ്പോഴും നമ്മൾ മറക്കില്ല. കൊച്ചിൻ ഹനീഫിനെ ഓർമ്മ വരെ ഹൈദ്രോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ശരിക്കും അത്ര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ റോൾ തന്നെ ചെങ്കോലിലും മോഹൻലാലിൻ്റെ ഒറ്റ സുഹൃത്തായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെങ്കോലിൽ ആൾ വരുന്നുണ്ട്. കിരീടത്തിലെ ആളൊരു വേറൊരു സീനിലാണെങ്കിൽ ചെങ്കോലിൽ കട്ട ഫ്രണ്ടായിട്ടാണ് വരുന്നത് സെക്കൻഡ് പാർട്ട് വന്നുള്ളത്. സെക്കൻഡ് പാർട്ട് മലയാളത്തിൽ ഭയങ്കര വിജയമായിട്ടുള്ളൊരു മൂവിയായിരുന്നു. കീരിക്കാടൻ ജോസ്. ഇന്ന് നമ്മുടെ മലയാള സിനിമയിൽ ഇതുപോലത്തെ ഒരു വില്ലൻ വേറെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും പിന്നെ വിയറ്റ്നാം കോളനിയിലെ റാവുത്രയാണ്. അത്ര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഗംഭീര പെർഫോമൻസാണ് കീരിക്കാടൻ ജോസിൻ്റെ ഫാമിലിയും കാര്യങ്ങളും സെക്കൻഡ് പാർട്ടിൽ കൊണ്ടുവന്ന രീതി അതും അത് ഗംഭീരമായിരുന്നു. തിലകൻ, അയ്യോ, അച്യുതൻ നായർ എന്ന് പറഞ്ഞ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്തൊരു അച്ഛനുണ്ടാവണം നമ്മൾ ആഗ്രഹിച്ചു. അത്രയും മകന് വേണ്ടി ഡെഡിക്കേറ്റായിട്ട് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു അച്ഛൻ. ഒസം ക്യാരക്ടറും തിലകൻ, പാർവതി. ശരിക്കും ഈ പടം എപ്പോഴും എന്നെ കരയിപ്പിക്കുന്നൊരു ദൃശ്യം പാർവതിയുടെ ക്യാരക്ടറാണ്. വെച്ച് കഴിഞ്ഞാൽ ഒരാ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതും, ശങ്കരാടി പറയുന്ന എൻ്റെ മകളെ ഒരു ഗുണ്ടയ്ക്ക് കെട്ടിച്ചു കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന സീനുകളും, അവളെ കല്യാണം, പാർവതിയുടെ കല്യാണം നടക്കുന്ന ആ സമയം, ദേവി, ആ സമയത്തുള്ള ആ പാട്ട് സീനിൽ എന്തോരം ഭാഗങ്ങൾ കണക്റ്റ് ആവുന്നു പറയും. കല്യാണം മുതൽ കുറേ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നുണ്ട്. ആ പാട്ട് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കൊരു അത് ഡെവലപ്പ് ചെയ്തൊരു ഫിലിമാക്കാനുള്ള രീതിയിൽ അത്രയും കാര്യങ്ങൾ ആ പാട്ട് സീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡയറക്ഷൻ്റെ കഴിവാണ്. ലോഹിയേട്ടന് സിബി മലയിലാണ് ചെയ്തിട്ടുള്ളത്. കവിയൂർപ്പൊന്നമ്മ, ലാലേട്ടൻ്റെ അമ്മ അമ്മു. ലാലേട്ടൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്കൊന്നും ഇല്ല. മോഹൻലാൽ എന്നൊരു ക്യാരക്ടർ ഏത് പടത്തിൽ ചെയ്യുമ്പോൾ അമ്മ ആരാൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിൽ വരിക കവിയൂർപ്പൊന്നമ്മയാണ്. ശരിക്കും ലാലേട്ടനെ ജനിപ്പിച്ചില്ല എന്നുള്ളൂ, കർമ്മം കൊണ്ട് പ്രവൃത്തി കൊണ്ട് അമ്മ എന്നും ലാലേട്ടൻ്റെ അമ്മ തന്നെയാണ്. ഈ പടത്തിലായാലത് സേത് എന്ത് വെറ്റെൻ്റെ മോനി എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗുണ്ട്, കരഞ്ഞിട്ട് പഴയ സേതു അല്ല നീ എന്നൊക്കെ പറഞ്ഞിട്ട് മറക്കാൻ പറ്റാത്ത സാധനം. മുരളി, ഹരിദാസ് എന്നൊരു പോലീസുണ്ട് ഇൻസ്പെക്ടർ, സപ്പോർട്ടീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ശങ്കരാടിയുടെ ക്യാരക്ടർ ദേവിയുടെ അച്ഛനായിട്ട് വരുന്നത് ജഗതി ശ്രീകുമാർ, മണിയമ്പിള്ള രാജു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഉഷ, കുണ്ടറ ജോണിയുടെ ക്യാരക്ടർ തിക്കുറിശി സുകുമാരൻ, കൊല്ലം തുളസി ശാന്തകുമാരി. ഒരുപാട് ക്യാരക്ടേഴ്സ്. എല്ലാ ക്യാരക്ടേഴ്സിനും കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളുള്ള ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മൂവിയാണ് കിരീടം. 35 വർഷം കഴിയുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ജനിച്ചിട്ട് കുറച്ചായിട്ട് ചെറിയ കുട്ടിയാണ്. പക്ഷേ ഈ പടമൊക്കെ നമ്മൾ തിയേറ്ററിൽ കണ്ടതിൽ കണക്കില്ല. അത്രയും നമുക്ക് ഒരുപാട് ഇമോഷൻസ് കൊണ്ടുവന്നിട്ടൊരു പടമാണ്. ഇപ്പോഴും ആ പടം കാണുമ്പോൾ പല അമ്മമാരും കണ്ണിന്ന് വെള്ളം വരും. പക്ഷേ മോഹൻലാലും കവിയൂർപ്പൊന്നമ്മയുടെ കുറേ സീനുകളൊക്കെ ഉണ്ട്. ശരിക്കും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ഓസം മൂവി. പിന്നെ പെർഫോമൻസുകൾ നമുക്ക് പറയണ്ട. അതിൽ മോഹൻലാലിൻ്റെ പെർഫോമൻസുകളെ കുറിച്ചൊക്കെ സിബി മലയിലും ലോഹിദാസൊക്കെ ഒരുപാട് പല ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ശരിക്ക്
ഇതുപോലത്തുള്ള മൂവികൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? കാലം മാറി, കാലഘട്ടം മാറി, സിനിമയുടെ രീതി മാറി. നമുക്കെന്നും എന്താ പറയുക, ഓർത്ത് അഹങ്കരിക്കാൻ പറ്റിയൊരു മലയാളത്തിലെ ഒരു മഹാമൂവി തന്നെയാണ് കിരീടം. അപ്പോൾ 35 വർഷമായ രീതിക്ക് ഞാൻ ജസ്റ്റ് ആയി നോക്കിയെന്ന് വെച്ചപ്പോൾ ലാലേട്ടൻ എത്ര വയസ്സിൽ അഭിനയിച്ചതെന്നാണ്. അപ്പോൾ ഏകദേശം 28 വയസ്സുള്ള സമയത്താണ് ആൾ ഈ പടം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പടം ശരിക്കും മറക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു വീഡിയോ ചെയ്യാൻ തോന്നി, വീഡിയോ ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.